നമുക്ക് ബീഡിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് കോളത്തിൽ ആൻസേഴ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതാണ് ബീം. ഇത് വൈറ്റ് ഡോട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് വൺസിൻ്റെ പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ബീമിന് ഇവിടെ എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്? ഒരു ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ആൻസർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട് ബീമിന്? 1, 2. 2 ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആൻസർ 2. തേർഡ് ക്വസ്റ്റ്യൻ 1, 2, 3. അപ്പം ആൻസർ 3. ഫോർത്ത് ക്വസ്റ്റ്യൻ 1, 2, 3, 4. 4 ബീഡ്സ് ബീമിന് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ആൻസർ 4. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ അപ്പർ ബീഡാണ് ബീമിന് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം വൺസിൻ്റെ പ്ലേസിലെ അപ്പർ ബീഡിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പോൾ ആൻസർ 5. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അപ്പർ ബീഡും ലോവർ ബീഡും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പർ ബീഡിൻ്റെ വാല്യൂ 5 ആണ്, ലോവർ ബീഡിൻ്റെ വാല്യൂ 1 ആണ്. അപ്പം 5, 6. അപ്പോൾ ആൻസർ 6. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ 5, 6, 7. ആൻസർ 7. അടുത്തത് എയ്ത്ത് ക്വസ്റ്റ്യൻ 5, 6, 7, 8. ആൻസർ 8. നയൻത്ത് ക്വസ്റ്റ്യൻ 5, 6, 7, 8, 9. അപ്പം 9. ആൻസർ ഇസ് 9. അടുത്ത റോ നോക്കിയേ. എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട് ബീമിന്? 1, 2 അല്ലേ? അപ്പോൾ ആൻസർ എത്രയാണ്? 2 ആണ്. നെക്സ്റ്റ് 5, 6. അപ്പോൾ ആൻസർ 6. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്? 1, 2, 3. അപ്പോൾ ആൻസർ 3. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. 1, 2, 3, 4. 4 ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻസർ 4. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 1, 2. 2 ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ 2. സിക്സ്ത് ക്വസ്റ്റ്യൻ 1, 2, 3. 3 ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ 3. സെവൻത്ത് ക്വസ്റ്റ്യൻ 1, 2, 3, 4. 4 ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ 4. എയ്ത്ത് ക്വസ്റ്റ്യൻ 1 ബീഡ് മാത്രമേ ഈ ബീമിന് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആൻസർ 1. നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ മുകളിലത്തെ ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൻസർ എത്രയാണ്? 5. ഇനി നമുക്ക് ബീഡ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. അപ്പം ഇവിടെ കാണാമല്ലോ, വൈറ്റ് ഡോട്ട് കാണാം. അപ്പോൾ ഇത് വൺസിൻ്റെ പ്ലേസ് ആണ്. ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് 7 ആണ്. അപ്പോൾ നമ്മൾ വരക്കേണ്ടത് 7 ആണ് വരക്കേണ്ടത്. 7 എങ്ങനെ വരക്കുക? മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ നമുക്കറിയാം 5 ആണെന്ന്. അപ്പം ഈ ഒരു വൈറ്റ് പോയിന്റിൽ പെൻസിൽ വെക്കുക, എന്നിട്ട് വരക്കുക 5, 6, 7. ഓക്കെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. 9 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൺസിൻ്റെ പ്ലേസ് ആ വൈറ്റ് ഡോട്ടിൽ പെൻസിൽ വെക്കുക. 5, 6, 7, 8, 9. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. 5 ആണ്. 5 എന്ന് പറയുമ്പോൾ അപ്പർ ബീഡാണ്. അപ്പോൾ 5. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ 8 ആണ്. 8 എന്ന് പറയുമ്പോൾ 5, 6, 7, 8. അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2 ആണ്. അപ്പം 1, 2. അടുത്തത് 4. 1, 2, 3, 4. നെക്സ്റ്റ് 3. 1, 2, 3. അടുത്തത് 6. അപ്പോൾ 5, 6. നെക്സ്റ്റ് 4 ആണ്. 1, 2, 3, 4. ഓക്കെ. അടുത്തത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ടെൻസിൻ്റെ പ്ലേസ് ആണ്. ഇപ്പം നമ്മൾ പഠിച്ചത് വൺസിൻ്റെ പ്ലേസ് ആയിരുന്നു. ഈ വൈറ്റ് ഡോട്ടുള്ള ഈ ഒരു പോയിൻ്റുള്ള ഈ ഒരു പ്ലേസാണ് വൺസിൻ്റെ പ്ലേസ്. തൊട്ട് ലെഫ്റ്റ് സൈഡുള്ള ഈ ഒരു റോഡിലുള്ളതാണ് ടെൻസിൻ്റെ പ്ലേസ്. അപ്പം ടെൻസിൻ്റെ പ്ലേസ് ആയതുകൊണ്ട് തന്നെ താഴെയുള്ള ഓരോ ബീഡിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. 10, 10, 10, 10. മുകളിലത്തെ അതായത് അപ്പർ ബീഡിൻ്റെ വാല്യൂ, ഈ ഒരു ബീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. അപ്പം 10, 20, 30,
40. 10, 20, 30, 40. 50. 50, 60. 50, 60, 70. 50, 60, 70, 80. 50, 60, 70, 80, 90. ഇങ്ങനെയാണ് ടെൻസിൻ്റെ പ്ലേസിലുള്ള വാല്യൂസ് വരിക ബീഡിൻ്റെത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിക്കോളൂ. വൺസിൻ്റെ പ്ലേസ് ഇതും, ഇത് ടെൻസിൻ്റെ പ്ലേസും. വൺസിൻ്റെ പ്ലേസിൽ ഒരു വൈറ്റ് പോയിൻ്റ് ഉണ്ടാവും. അപ്പം ഇതാണ് വൺസിൻ്റെ പ്ലേസ്, തൊട്ടടുത്തുള്ളതാണ് ടെൻസിൻ്റെ പ്ലേസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കിക്കോളൂ. വൺസിൻ്റെ പ്ലേസിൽ ഒന്നും ബീമിന് ടച്ച് ചെയ്തിട്ടില്ല, ഒരു ബീഡും ടച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ 0. ടെൻസിൻ്റെ പ്ലേസിലോ ഒരു ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം ടെൻസിൻ്റെ പ്ലേസിൽ ഒരു ബീഡ് ടച്ച് ചെയ്താൽ അതിൻ്റെ വാല്യൂ എത്രയാണ്? 10 ആണ്. അങ്ങനെയും എഴുതാം. അല്ലെങ്കിൽ ടെൻസിൻ്റെ പ്ലേസിൽ എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്? ഒരു ബീഡാണ്, അപ്പം 1 എന്ന് എഴുതുക. വൺസിൻ്റെ പ്ലേസിൽ എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്? ഒരു ബീഡും ടച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ 0. ഇങ്ങനെ എഴുതാം. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടെൻസിൻ്റെ പ്ലേസിൽ എത്ര എണ്ണുണ്ട്? 1, 2. അപ്പോൾ 2 എഴുതാം. വൺസിൻ്റെ പ്ലേസിലോ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല, അപ്പോൾ 0 എഴുതാം. അല്ലെങ്കിൽ എങ്ങനെയാണ്? ടെൻസിൻ്റെ പ്ലേസിൽ 2 ബീഡ്സ് ആണ്, അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ എത്രയാണ്? ലോവർ ബീഡിൻ്റെ വാല്യൂ എത്രയാണ്? ടെൻസിൻ്റെ പ്ലേസിൽ 10 ആണ്, അപ്പം 10, 20 എഴുതാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടെൻസിൻ്റെ പ്ലേസിൽ എത്ര ബീഡുണ്ട്? 1, 2, 3 എഴുതാം. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, അപ്പോൾ 0. അതുപോലെ തന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ 1, 2, 3, 4 വൺസിൻ്റെ പ്ലേസിൽ 0. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മുകളിലത്തെ ബീഡാണ്. മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ നമുക്കറിയാം. ടെൻസിൻ്റെ പ്ലേസിൽ മുകളിൽ ഉള്ള ബീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ 50, 60. സെവൻത്ത് ക്വസ്റ്റ്യൻ 50, 60, 70. എയ്ത്ത് ക്വസ്റ്റ്യൻ 50, 60, 70, 80. നയൻത്ത് ക്വസ്റ്റ്യൻ 50, 60, 70, 80, 90. അടുത്തത് നോക്കാം. സെക്കൻഡ് റോയിൽ നോക്കാം. ഇവിടെ എത്ര ബീഡ്? ഇത് ടെൻസിൻ്റെ പ്ലേസാണ്, ഇത് വൺസിൻ്റെ പ്ലേസാണ്. അപ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ എത്ര ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്? 1. അപ്പം ആൻസർ ഇവിടെ എഴുതുക, 1 എന്ന് എഴുതുക. വൺസിൻ്റെ പ്ലേസിലോ 5, 6. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ടെൻസിൻ്റെ പ്ലേസിൽ എത്ര ബീഡുണ്ട്? ഒരു ബീഡ്. വൺസിൻ്റെ പ്ലേസിലോ ഒരു ബീഡ്. ആൻസർ 11. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. ടെൻസിൻ്റെ പ്ലേസിൽ 1, വൺസിൻ്റെ പ്ലേസിൽ 1, 2, 3, 4. ആൻസർ 14. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ടെൻസിൻ്റെ പ്ലേസിൽ 1, വൺസിൻ്റെ പ്ലേസിൽ 1, 2, 3. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ടെൻസിൻ്റെ പ്ലേസിൽ 1, വൺസിൻ്റെ പ്ലേസിൽ 2 ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത്, 2. ആൻസർ 12. അടുത്തത് ടെൻസിൻ്റെ പ്ലേസിൽ 1 ബീഡ് ടച്ച് ചെയ്തിട്ടുണ്ട്, വൺസിൻ്റെ പ്ലേസിൽ 5, 6, 7. ആൻസർ 17. അടുത്തത് ഇവിടെ ഒരു ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ മുകളിലത്തെ ബീഡാണ്. മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഇത് വൺസിൻ്റെ പ്ലേസ് അല്ലേ, അപ്പോൾ മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. ഇനി എയ്ത്ത് ക്വസ്റ്റ്യൻ. ടെൻസിൻ്റെ പ്ലേസിൽ ഒരു ബീഡാണ് ടച്ച് ചെയ്തിട്ടുള്ളത്, വൺസിൻ്റെ പ്ലേസിൽ 5, 6, 7, 8. ആൻസർ 18. നെക്സ്റ്റ് നയൻത്ത് ക്വസ്റ്റ്യൻ. ടെൻസിൻ്റെ പ്ലേസിൽ ഒരു ബീഡും വൺസിൻ്റെ പ്ലേസിൽ 5, 6, 7, 8, 9. ഓക്കെ. ഇനി നമുക്ക് ബീഡ് വരക്കാൻ പഠിക്കാം. ടെൻസിൻ്റെ പ്ലേസിലും എങ്ങനെയാണ് വരക്കുക എന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആൻസർ ഇവിടെ 80 ഉള്ളത്. അപ്പം നമ്മൾ 80 ആണ് വരക്കേണ്ടത്. അപ്പം ഇതാണ് വൺസിൻ്റെ പ്ലേസ്, തൊട്ടടുത്തുള്ളതാണ് ടെൻസിൻ്റെ പ്ലേസ്. അപ്പം ഇവിടെ നമ്മൾ 80 വരക്കണം. അപ്പം മുകളിൽ എത്രയാണ്? 50 ആണ്. മുകളിലത്തെ ബീഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 50 ആണ്. 50, 60, 70, 80. ഓക്കെ. എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ 8 ആണുള്ളത്. ടെൻസിൻ്റെ പ്ലേസിൽ 8 അല്ലേ ഉള്ളത്, അപ്പം 8 വരക്കുക. 5, 6, 7, 8.
വൺസിൻ്റെ പ്ലേസിൽ 0 ആണുള്ളത്, അപ്പോൾ ഒന്നും വരക്കേണ്ട ആവശ്യമില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 1, ടെൻസിൻ്റെ പ്ലേസിലും 1, വൺസിൻ്റെ പ്ലേസിലും 1, 11. നെക്സ്റ്റ് തേർഡ് നോക്കാം. 69 ആണ്, അപ്പോൾ 5, 6. വൺസിൻ്റെ പ്ലേസിൽ 9 ആണ്, അപ്പോൾ 5, 6, 7, 8, 9. അടുത്തത് നോക്കാം. 2, 1, 2. വൺസിൻ്റെ പ്ലേസിലും 2, 1, 2. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 58 ആണ്, അപ്പോൾ 50 എന്ന് പറയുന്നത് മുകളിലാണ്. 58 എന്ന് പറഞ്ഞാൽ വൺസിൻ്റെ പ്ലേസിൽ 5, 6, 7, 8. അടുത്തത് 33, 3, 1, 2, 3. വൺസിൻ്റെ പ്ലേസിലും 3, 1, 2, 3. അടുത്തത് സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 1, 2, 3, 4. വൺസിൻ്റെ പ്ലേസിൽ 5 ആണ്. 5 എന്ന് പറയുന്നത് അപ്പർ ബീഡാണ്. ഓക്കെ, നെക്സ്റ്റ് 53. 50 എന്ന് പറയുമ്പോൾ ടെൻസിൻ്റെ പ്ലേസിൽ 5, അപ്പോൾ ഇവിടെ 50, 5, ഇവിടെ 3, 1, 2, 3. നെക്സ്റ്റ് 47. ഇവിടെ ടെൻസിൻ്റെ പ്ലേസിൽ 4, 1, 2, 3, 4. വൺസിൻ്റെ പ്ലേസിൽ 5, 6, 7. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.